ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ഗതാഗത ടൂറിസം രംഗത്ത് വികസന കുതിപ്പാകാൻ മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എ. മലപ്പുറത്തെയും വയനാടിനെയും ഒന്നിപ്പിക്കുന്ന പാത എന്നതിലുപരി കേരളത്തിന്റെ വികസന രംഗത്ത് നാഴികക്കല്ലാകുന്ന പാതയാകുമെന്നും വ്യക്തമാക്കി. നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ കർമ്മസമിതി രൂപീകരണ യോഗം പോത്തുകൽ പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് നമ്മുടെ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയെ തൊട്ടപ്പുറത്തുള്ള ഇത് നമ്മളെ വരവേൽക്കുന്ന ചൂരൽമലയിൽ മന്ത്രിയാണ് നമ്മുടെ സിദ്ദീഖിന്. അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മറ്റു മന്ത്രിമാരെ അവർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഉന്നത തലത്തിൽ നമുക്ക് ഇതിന് ആലോചനകളുണ്ടായിരുന്നു. പക്ഷേ പി.ഡി. അബ്ദുൽ വഹാബ് എം.പി. ഇന്ന് എം.പി. വരാമെന്ന് പറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു കല്യാണം ഒരു നിക്കാഹാണ്. വാസ്തവത്തിൽ എനിക്ക് ക്ഷണമുണ്ടത് ഇതേ സമയത്താണ് നിക്കാഹ്. അതുകൊണ്ട് വരാൻ കഴിയില്ല. പൂർണ്ണമായ പിന്തുണ ഇതിനുണ്ട് എന്ന് അദ്ദേഹം എന്നെ പറയാൻ കൂടി വിട്ടുവരുന്നു. അപ്പോ ഇവിടെ നമുക്ക് പരമാവധി ഇത്തരം ഇതിലൊക്കെ നമുക്ക് അവരെയൊക്കെ ഉൾപ്പെടുത്താം. പക്ഷെ അവരെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് നടക്കാവുന്ന ഒരു കാര്യമായി, അങ്ങനെ ഒരു ആശയമായിരിക്കണം. കാരണം നമുക്കൊരു ആവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യം നമുക്കൊക്കെ പറയാം, എനിക്കിന്റെ വീട്ടിൽ റോഡ് വേണം, അവിടെ റോഡ് വേണം, ഇവിടെ റോഡ് വേണം, അത് ആവശ്യമാണ്. പക്ഷേ ആവശ്യത്തോടൊപ്പം തന്നെ ഇത് നടപ്പാക്കാനുള്ള രീതി കൂടി നമ്മളൊക്കെ മുന്നിൽ വെച്ചു കൊടുത്താൽ, ക്രിയാത്മകമായ ഒരു രീതി കൂടി മുന്നിൽ വെച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഏത് കാര്യമാണെങ്കിലും നടക്കാൻ ഉൾക്കൊള്ളും. പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രിയങ്ക ഗാന്ധി എം.പി, പി.വി. അബ്ദുൽ വഹാബ് എം.പി, മന്ത്രി ടി സിദ്ദിഖ്, എം.എൽ.എമാരായ ആര്യാടൻ ഷൗക്കത്ത്, ഐ.സി. ബാലകൃഷ്ണൻ, ഉഷ വിജയൻ, വി.എസ്. ജോയ്, ടി.പി. അഷറഫ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര, ജില്ലാ പഞ്ചായത്ത് അംഗം എൻ.എ. കരീം എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. ജോസ് ചെയർമാനും സി.എച്ച്. ഇക്ബാൽ കൺവീനറുമായി 51 അംഗ നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ കർമ്മസമിതിക്ക് രൂപം നൽകി. സർവകക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും വ്യാപാരി ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും അംഗങ്ങളാണ്. പാത കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ എം.എൽ.എമാരെയും ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. പാത യാഥാർത്ഥ്യമായാൽ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള ദൂരത്തിൽ 70 കിലോമീറ്റർ കുറവുണ്ടാകും. നിലമ്പൂർ മുണ്ടേരിയിൽ നിന്നും വയനാട്ടിലെത്താൻ നാടുകാണി വഴി 102 കിലോമീറ്റർ ചുറ്റിക്കറങ്ങണം. പാത യാഥാർത്ഥ്യമായാൽ കേവലം 48 കിലോമീറ്ററേ വരൂ. നിലവിൽ 12 കിലോമീറ്റർ മാത്രമേ പുതിയ റോഡ് വേണ്ടിവരികയുള്ളൂ. ഇതിൽ 4 കിലോമീറ്റർ കൃഷിവകുപ്പിന് കീഴിലുള്ള മുണ്ടേരി ഫാമിലൂടെയും 8 കിലോമീറ്റർ വനത്തിലൂടെയുമാണ്. വനത്തിലൂടെയുള്ള ഭാഗം പരിസ്ഥിതിക്കും വന്യമൃഗങ്ങൾക്കും ശല്യമില്ലാത്ത തരത്തിൽ എലിവേറ്റഡ് ഹൈവേയോ തുരങ്കപാതയോ ആക്കി മാറ്റാവുന്നതാണ്. നിലമ്പൂരിലെയും വയനാട്ടിലെയും ടൂറിസം രംഗത്തിനും പുതിയ ഉണർവായിരിക്കും ഈ പാത. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര, ജില്ലാ പഞ്ചായത്ത് അംഗം എൻ.എ. കരീം, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.പി. സുഗതൻ, ഇക്ബാൽ മുണ്ടേരി, റഷീദ് എളുമ്പലാശ്ശേരി, മുസ്തഫ പാദാർ, സുധീഷ് ഉപ്പട, വിബീഷ്, രാജു തുരുത്തേൽ, ഹക്കീം ചങ്കരത്ത്, വയനാട് മേപ്പാടിയിൽ നിന്നുള്ള കർമ്മസമിതി പ്രതിനിധി പി. ഹൈദരലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.